മക്കളില്ലാതെ വിഷമിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇത് നിങ്ങൾ തീർച്ചയായും കേൾക്കണം. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം, ഒരു ആത്മീയമായ പരിഹാര മാർഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ അംബിയായിലെ 89ാമത്തെ ആയത്തിതാണ്. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. റബ്ബി ലാ തദർനി ഫർദൻ വ അൻത ഖൈറുൽ വാരിസീൻ. ഈ ദുആഇനെ നിങ്ങൾ ചൊല്ലണം. എപ്പോൾ ചൊല്ലണം? ഇതൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, കാരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്യണം. ഒരു മകൾ ഉണ്ടാവുക എന്നുള്ളത് ആരുടെയും ഒരു ആഗ്രഹമാണ്. നിങ്ങളുടെ വിഷമം മനസ്സിലാകും. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ജീവിതത്തിൽ ചെയ്തു നോക്കൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ദുആ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുൻപ് ഒരല്പസമയം മുൻപ് വുളു ഒക്കെ ചെയ്ത് നിങ്ങൾ നിസ്കരിക്കാനിരിക്കുന്ന പായയിൽ വന്നിരിക്കുക. ഇനി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരല്പം സമയം മുൻപ്. അതിന് വൃത്തി അതാണ് എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. ഒരല്പസമയം മുൻപ് എന്തായാലും നിങ്ങൾ ഒരുങ്ങി തയ്യാറായി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുൻപ് ഈ ദുആ ചൊല്ലി തുടങ്ങുക. പിന്നീട് കുറച്ച് സമയം ചൊല്ലുമ്പോൾ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്ത് ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിസ്കരിക്കുമല്ലോ. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരല്പസമയം ഇത് ചൊല്ലുക. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളും മറ്റു ഔറാദുകളൊക്കെ ചെയ്യണം. അതിനുശേഷം ഒരല്പസമയം കൂടി ഇത് തുടരുക. മനസ്സിലായല്ലോ? മഗ്രിബിൻ്റെ അല്പം മുമ്പ് തുടങ്ങുന്നു, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് അല്പസമയം കൂടി ദീർഘിപ്പിക്കുന്നു. അങ്ങനെ ചൊല്ലിയതിന് ശേഷം മനസ്സറിഞ്ഞ് ചൊല്ലണം കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്താൽ കുറേ ആളുകളിലേക്ക് എത്തും. ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടത് അതല്ല, ഇനി പറയാൻ പോകുന്നതാണ്. എന്താണ്? ഇത് ചൊല്ലിയതിന് ശേഷം കരഞ്ഞുകൊണ്ട്, ആ വാക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ, കരഞ്ഞുകൊണ്ട്. നിങ്ങളുടെ വിഷമം എത്രയാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അറിയില്ലായിരിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും അറിയാമല്ലോ. കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഇത് ചെയ്യേണ്ടത് കാര്യമായി ഭർത്താവാണ്. രണ്ടുപേരും ചെയ്യണം. ഭർത്താവാണ് കാര്യമായി ചെയ്യേണ്ടത്, ഭാര്യയും ചെയ്യണം. ഇങ്ങനെ ചെയ്തിട്ട് ഒന്ന് ദുആ ചെയ്ത് നോക്കൂ. ദുആ അല്ലാഹു സ്വീകരിച്ചാൽ നമുക്ക് സ്വാലിഹായ മക്കളുണ്ടാകാൻ ഇത് കാരണമാകും. അല്ലാഹു സ്വാലിഹായ മക്കളെ തരട്ടെ. അസ്സലാമു അലൈക്കും.